മോർണിംഗ്. നമ്മുടെ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഓരോ സബ്ജക്റ്റും ഓരോ രീതിയിലാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി എങ്ങനെയാണ് പഠിക്കുന്നത്? എങ്ങനെ പഠിക്കുന്നത്? ഹിസ്റ്ററി പഠിക്കുന്നത് കഥ പോലെ പഠിക്കുക, കഥ ഓർത്തിരിക്കും. ഞാൻ പഠിക്കാനുള്ള ഫാക്ടുകൾ ഇയറുകൾ നമ്മൾ എങ്ങനെ പഠിക്കും? ടൈം ലൈൻ ആയിട്ട് പഠിക്കും. എന്താ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ? ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? വർഷങ്ങൾക്കാണോ ടൈം ലൈൻ എന്ന് പറയുന്നത്? ക്രോണോളജിക്കൽ ഓർഡർ. എന്താ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ? ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടില്ല? നടന്ന വർഷങ്ങളാണ്. ഓരോ ഹിസ്റ്ററിയിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ആ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ഓർഡറിൽ അത് നടന്ന വർഷങ്ങൾ വെച്ച് പറയുന്നതാണ് നമ്മൾ പറയുന്നത് ടൈം ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററിയിൽ ടൈം ലൈൻ ഉണ്ട് പഠിക്കാൻ. അപ്പൊ ഹിസ്റ്ററിയിൽ ഏതൊരു രാജ്യത്തിന്റെ ഹിസ്റ്ററി ആണെങ്കിൽ അത് 3 പീരീഡ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് 3 പീരീഡ്? ഞാനിവിടെ ഏതൊക്കെയാണ് 3 പീരീഡ്? കേട്ടില്ല? ഏൻഷ്യന്റ്, മെഡീവൽ, മോഡേൺ പീരീഡ്. ഏതൊക്കെയാ? ഏൻഷ്യന്റ്, മെഡീവൽ, മോഡേൺ പീരീഡ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററിയുടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ജിഡിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് PDF തരും കേട്ടോ. അപ്പോൾ നമ്മൾ എഴുത്ത് കുറച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് ഇത് കവർ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ടൈം ലൈൻ വെച്ച് പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തിരിക്കും. ടൈം ലൈൻ പഠിക്കുമ്പോൾ മാത്രം കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 3 പീരീഡുകളെന്ന് അറിയാം ഹിസ്റ്ററിയിൽ? ഏതൊക്കെയാണ്? ഏൻഷ്യന്റ്, മെഡീവൽ, മോഡേൺ പീരീഡ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 പീരീഡ് വന്നിട്ടുള്ളതെന്ന് അറിയാം? ആ ഹിസ്റ്റോറിയൻസ് ആണ് ഡിവൈഡ് ചെയ്തത്. ചരിത്രകാരന്മാരെ ഡിവൈഡ് ചെയ്ത് ഓരോ കാലഘട്ടത്തിൽ അതിന്റെ ഫീച്ചർ അനുസരിച്ച് ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 3 പീരീഡുകൾ ഏതൊക്കെയാ? ഏൻഷ്യന്റ്, മെഡീവൽ ആൻഡ് മോഡേൺ പീരീഡ്. അപ്പൊ ഇതിന്റെ ടൈം പീരീഡ് റഫ്ലി എന്താണെന്ന് അറിയാം? ഏൻഷ്യന്റ് ഹിസ്റ്ററിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ മനുഷ്യന്റെ ഹിസ്റ്ററി ഉണ്ടാകുള്ളത് ആ കാലഘട്ടം മുതലുണ്ട്. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ വേണ്ടി നമ്മൾ 3000 BC തൊട്ട് എടുക്കുള്ളൂ. എന്ന് മുതൽ എടുക്കുള്ളൂ? 3000 BC മുതൽ എടുക്കുള്ളൂ. അപ്പൊ 3000 BC മുതൽ 700 AD വരെയുള്ള കാലഘട്ടം എന്ത്? ഏൻഷ്യന്റ് ഹിസ്റ്ററി. ഏതൊക്കെ 3 പീരീഡുകളും നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് എഴുതിയാലും ഇല്ലെങ്കിൽ നോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. എഴുതി ഫാസ്റ്റായിട്ട് എഴുതി പോകാമെങ്കിൽ അത്രയും പഠിക്കാൻ പറ്റും. ഏതൊക്കെയാ 3 പീരീഡ്? ആൻസർ എല്ലാവരും പറയും. ഏതൊക്കെയാ 3 പീരീഡ്? മൂന്നാമത്തെ പീരീഡ് ഏതാ? രണ്ടാമത്തെ പീരീഡ് ഏതാ? ആദ്യത്തെ ഏതാ? ഏൻഷ്യന്റ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 3000 BC മുതൽ 700 AD വരെ. എന്തുകൊണ്ടെന്ന് പറയാം? മെഡീവൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 700 AD മുതൽ 1700 AD വരെ. എന്ന് മുതൽ 700 AD മുതൽ 1700 AD വരെ. എന്ന് പോലെ മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് 1700 AD മുതൽ 1947 AD വരെ. എന്ന് പോലെ അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങൾ അതിന്റെ ടൈം പഠിക്കണ്ടേ? അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കും? ഏൻഷ്യന്റ് 3000, 700, മെഡീവൽ 700, 1700, മോഡേൺ 1700, 1947 അങ്ങനെ പഠിക്കും അല്ലേ? അതിലും നല്ലത് ഇത് ഒരു ഓർഡറിൽ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി പറയാം. ഇതൊരു ഓർഡറിൽ പഠിക്കാം, ഇതൊരു ഓർഡറിൽ പഠിക്കാം, രണ്ടും കണക്ട് ചെയ്യാം. ഇത് ഓർഡറിൽ പഠിക്കുക എന്ന് പറഞ്ഞ വർഷങ്ങൾ ഏതൊക്കെയാ? 3000, 700, 1700, 1947. എനിക്ക് നാളെ പറയാറ് 3000, 700, 1700, 1947 പറയാറ് അല്ലേ? വർഷങ്ങൾ ഏതൊക്കെയാ? 3000 BC, 700 AD, 1700 AD, 1947 AD. ആണോ? തിരിച്ചു പറഞ്ഞ 1947 AD, 1700 AD, 700 AD, 3000 BC. ആണല്ലോ? അത് നോക്ക്. 3 പീരീഡ് ഏതൊക്കെയായിരുന്നു? മോഡേൺ പീരീഡ് റിവേഴ്സ് ചെയ്യാൻ. മോഡേൺ പീരീഡ് 1700 മുതൽ 1947. 1700 മുതൽ 1947. പീരീഡ് ഏതാ? അതിന് മുമ്പത്തെ പീരീഡ് ഏതാ? ടൈം പീരീഡ്
മുതൽ 1700 വരെ. അതിന് മുന്നത്തെ പീരീഡ് ടൈം പീരീഡ് 3 പീരീഡുകൾ ഏതൊക്കെ? ഈ 3 പീരീഡിലും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ പഠിക്കാനുള്ളതിന്റെ എളുപ്പത്തിന് ഈ 3 പീരീഡിലും നമുക്ക് പഠിക്കാനുള്ള 3 പീരീഡിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പഠിക്കാനുള്ള എളുപ്പത്തിന് ഈ 3 പീരീഡിലുമുള്ള 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ വീതം നമ്മൾ പഠിക്കും. അപ്പൊ ഏൻഷ്യന്റ് ഹിസ്റ്ററി കാലഘട്ടത്തിൽ നടന്ന 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ സിറ്റികൾ വന്നു. ഏൻഷ്യൻ സിറ്റികൾ വന്നു. എന്ത് വന്നു? ഏൻഷ്യൻ സിറ്റീസ് വന്നു. എന്താ ഏൻഷ്യൻ സിറ്റീസ്? അതിൽ തന്നെ ഏൻഷ്യൻ സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ നാഗരിക ജീവിതങ്ങൾ, സിവിലൈസ്ഡ് ഫോം ഓഫ് ലൈഫ്, അഡ്വാൻസ്ഡ് ഫോം ഓഫ് ലൈഫ്, സിറ്റികൾ വന്നു. ഏൻഷ്യൻ ഇന്ത്യയിലും വന്നു ഏൻഷ്യൻ സിറ്റീസ്. എക്സാമ്പിൾ ഹാരപ്പ അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ഇവന്റ് എന്ന് പറയുന്നത് എന്താ? ഏൻഷ്യന്റ് സിറ്റീസ് അഥവാ ഏൻഷ്യൻ സിവിലൈസേഷൻ. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഇവന്റ് ഏതാ? ഏൻഷ്യൻ കിങ്ഡംസ്, ആദ്യത്തെ രാജ്യങ്ങൾ. അപ്പൊ ഏൻഷ്യൻ ഹിസ്റ്ററി പീരീഡിൽ നടന്ന 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഏതൊക്കെയാ? ഏൻഷ്യന്റ് സിവിലൈസേഷൻസ്, ഏൻഷ്യൻ ഹിസ്റ്ററി പീരീഡിൽ 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഏതൊക്കെയാ? ഏൻഷ്യൻ സിവിലൈസേഷൻസും ആദ്യത്തെ സിറ്റികൾ വന്നു. പിന്നീട് ഈ സിറ്റികൾ ഭരിക്കാനായിട്ട് ഭരണങ്ങൾ വന്നു, ആദ്യത്തെ രാജ്യങ്ങൾ. ഓക്കെ, ഏൻഷ്യൻ സിറ്റീസും കിങ്ഡംസ്. വെരി ഗുഡ്. രണ്ടാമത്തെ പീരീഡ് ഏതാ? നമ്മുടെ മെഡീവൽ പീരീഡ് അല്ലേ? മെഡീവൽ പീരീഡിലും 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഹിസ്റ്ററി എപ്പോഴും പഠിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹിസ്റ്റോറിയൻസ് ഏറ്റവും കൂടുതൽ എഴുതി വെച്ചിരിക്കുന്നത് ആര് ഭരിച്ചു, ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഹിസ്റ്ററി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എഴുതി വെച്ചിരുന്നതുകൊണ്ട് അത് തന്നെ നമ്മൾ കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ രണ്ടാമത്തെ കാലഘട്ടം ഏതാ? മെഡീവൽ പീരീഡ്. മൂന്നാമത്തെ കാലഘട്ടം ഏതാ? മെഡീവൽ പീരീഡിൽ ആരാണ് നമ്മൾ റൂൾ ചെയ്യാൻ വന്നതെന്ന് അറിയാം? ബ്രിട്ടീഷുകാരല്ല. ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ അവസാനം വന്നിട്ടേ ഉള്ളൂ. ആരാണ്? ഇസ്ലാമിക് രാജാക്കന്മാർ വന്നു. ഇസ്ലാമിക് റൂൾ ഓഫ് ഇന്ത്യ. എന്താണ് ഇസ്ലാമിക് റൂൾ ഓഫ് ഇന്ത്യ? ഇസ്ലാമിക് റൂൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം രാജാക്കന്മാർ വന്നു. അതിനു മുന്നേ ഏത് രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്? ഹിന്ദു രാജാക്കന്മാർ. ഇപ്പോൾ നിലവിലുള്ള ഹിന്ദുത്വ രാജാക്കന്മാർ. അപ്പൊ ആ കാലഘട്ടത്തിൽ മതമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള, അതായത് ഹിന്ദുസുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള രാജാക്കന്മാർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നതാണോ? ആണോ? അല്ല. അതിന്റെ ഉത്ഭവം പുറത്തുനിന്ന് തന്നെ വന്നു. അതായത് ഇസ്ലാമിക് രാജാക്കന്മാർ ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നതാണെങ്കിൽ ഈ പറയുന്ന ഹിന്ദു റിലീജിയന്റെ അടിസ്ഥാനം വേദിക് ഗ്രന്ഥങ്ങളാണ്. വേദിക് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകളും ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാം പുറത്തുനിന്ന് വന്നിട്ടുള്ളവർ തന്നെ. ഓക്കെ. മെഡീവൽ ഹിസ്റ്ററി പീരീഡിൽ ഇമ്പോർട്ടന്റ് ഇവന്റുകൾ, ആദ്യത്തെ ഇവന്റ് ആണ് ഇസ്ലാമിക് റൂൾ ഓഫ് ഇന്ത്യ. എന്താണ് ഇസ്ലാമിക് റൂൾ ഓഫ് ഇന്ത്യ? എത്ര ഇസ്ലാമിക് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടെന്ന് അറിയോ? 2 സെറ്റ് ഇസ്ലാമിക് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. എത്ര സെറ്റ്? ഏതൊക്കെയാ? ആദ്യത്തെ രാജാക്കന്മാരാണ് ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ച ഡൽഹിയിലെ സുൽത്താൻമാർ. ആര്? ഡൽഹി സുൽത്താനേറ്റ്. ആദ്യത്തെ ആരാ? ഡൽഹി സുൽത്താനേറ്റ്. രണ്ടാമത്തത് മുഗൾ ചക്രവർത്തിമാർ, മുഗൾ എംപയർ. എന്താ എംപയർ എന്ന് പറഞ്ഞാല്? എംപയർ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്രാജ്യം, വലിയൊരു രാജ്യം. അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ ഒരുപാട് വലുതായിരിക്കും. അത് റൂൾ ചെയ്യുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ടെറിട്ടറിക്ക് പുറത്തുള്ള റീജിയൻസ് ഭരിക്കും. ചിലപ്പോൾ കടൽ കടന്നു പോയി ഭരിക്കും. അപ്പോ 2 സെറ്റ് ഇസ്ലാമിക് രാജാക്കന്മാർ ഇന്ത്യയിൽ മെഡീവൽ പീരീഡിൽ ഭരിച്ചിട്ടുണ്ട്. ആരൊക്കെയാ? ഡൽഹി സുൽത്താനേറ്റും ഏതൊക്കെയാ? അപ്പോ നമ്മുടെ മെഡീവൽ ഹിസ്റ്ററി പീരീഡിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഇവന്റ് ഏതാ? ഇസ്ലാമിക് റൂൾ ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ ഇവന്റ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്. രണ്ടാമത്തെ ഇവന്റ് ആണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്ന. യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിൽ വന്നിട്ടുള്ളവർ. എന്തിനു വേണ്ടി ഇന്ത്യയിലേക്ക് വന്നത്? ഇതിനു വേണ്ടി വന്നത് ട്രേഡിന് വേണ്ടി. ഇതിനു വേണ്ടി വന്നത് എത്ര പേര് വന്നിട്ടുണ്ട് അറിയോ? 5 പേര്. എത്ര പേര്? എത്ര യൂറോപ്യൻസ് വന്നു ഇന്ത്യയിൽ കച്ചവടത്തിന്? അന്നൊക്കെ അറിയാവുന്ന ചോദ്യം. ആദ്യമായിട്ട് വന്നതാരാ? പോർച്ചുഗീസ്. വെരി ഗുഡ്. വന്ന ആളുടെ പേര് വാസ്കോ അല്ലേ? വാസ്കോ. രണ്ടാമതാരാ വന്നത്? അല്ല. രണ്ടാമതാരാ വന്നത്? അല്ല, ബ്രിട്ടീഷുകാർ. ആര്? നമ്മുടെ സ്വന്തം ബ്രിട്ടീഷുകാർ അല്ലേ? മൂന്നാമതാരാ വന്നത്? പോർച്ചുഗീസ്. ആരെ എവിടുന്നാ വന്നത്? പോർച്ചുഗീസ്. എവിടെ നിന്ന്? ബ്രിട്ടീഷുകാർ എവിടുന്നാ വന്നത്? ബ്രിട്ടനിൽ അല്ലേ? അതായത് ഇംഗ്ലണ്ട് അല്ലേ? അത് കഴിഞ്ഞ് വന്നാരാ? ഡച്ചുകാരെ. ഡച്ചുകാർ എവിടുന്നാ വന്നത്?
ഡെൻമാർക്കിൽ നിന്നാണ്. ഡച്ചുകാർ വന്നത് ഡെൻമാർക്ക് അല്ലെന്നാണ്. ഡച്ചുകാർ വന്നത് വെരി ഗുഡ്. എവിടുന്നാ? ഹോളണ്ട്. പുതിയ ഇപ്പോഴത്തെ നെതർലാൻഡ്സ്. അത് കഴിഞ്ഞ് വന്ന ആരാ? നമ്മുടെ ഡാനിഷുകാർ അഥവാ ഡെയിൻസ്. എവിടുന്ന് വന്നു? ഡെൻമാർക്കിൽ നിന്ന് വന്നു. ഡെൻമാർക്കിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ആര്? ഡാനിഷുകാർ അഥവാ ഡെയിൻസ് വന്നു. ആൻഡ് ലാസ്റ്റ് വന്നവർ ഫ്രഞ്ചുകാർ, ഫ്രാൻസ്. എത്ര പേര് വന്നു? ആരൊക്കെ? പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, ഡച്ച്, ഡെയിൻസ്, ഫ്രഞ്ച്. അവസാനം വന്നത് അതിന് പിന്നെ വന്നത് അതിന് മുന്നേ വന്നത് അതിന് മുന്നേ ആദ്യം വന്നവര് ലാസ്റ്റ് വന്നവര് ആദ്യം വന്നവര് ലാസ്റ്റ് വന്നവര് ഫ്രഞ്ചിന് മുന്നേ വന്നവര് ഡെയിൻസ്. 2 D ഒരുമിച്ച് വരും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട്. ആദ്യം ഡച്ചുകാര്, രണ്ടാമത് ഡെയിൻസ്. ഡെയിൻസിന് മുന്നേ ഡച്ചുകാർക്ക് മുന്നേ ബ്രിട്ടീഷുകാർക്ക് മുന്നേ അവർക്ക് മുന്നേ യൂറോപ്യൻസ് ആരും വന്നില്ല അല്ലേ? അവർക്ക് മുന്നേ എന്താ ഉള്ളത്? ഇസ്ലാമിക് റൂൾ ഓഫ് ഇന്ത്യ. അവർക്ക് മുന്നേ എന്താ ഉള്ളത്? ഇസ്ലാമിക് റൂൾ ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ സെറ്റ് ഇസ്ലാമിക് രാജാക്കന്മാര് ആര്? മുഗൾ രാജാക്കന്മാർ അല്ലേ? അനുഭവത്തിരിക്കുന്നുണ്ട്. അതിനു മുന്നേ ഡൽഹിയിലെ സുൽത്താൻമാർ അല്ലേ? സ്ലേവ് ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരും രാജകുമാരിയും. ഓക്കെ, മൂന്നാമത്തെ പീരീഡ് ഏതാ? മൂന്നാമത്തെ പീരീഡ് മോഡേൺ ഹിസ്റ്ററിയിൽ 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? എളുപ്പോ എന്താ? മോഡേൺ പീരീഡിലാണ് നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത്. ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. എന്താ? ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലോഗോ അല്ലേ? ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. അതിനുശേഷം എന്താ ഇമ്പോർട്ടന്റ് ഇവന്റ് അവർ ഓടിച്ചിട്ടുണ്ടേ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. അപ്പോ മോഡേൺ ഹിസ്റ്ററി പീരീഡിലെ 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാ? ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യയും ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും. അപ്പോ ഏൻഷ്യന്റ് ഹിസ്റ്ററി പീരീഡ്, ടൈം പീരീഡ്. ഏൻഷ്യന്റ് ഹിസ്റ്ററി പീരീഡ് ടൈം പീരീഡ് ഇല്ല. 1000 BC മുതൽ 700 വരെ 2 ഇമ്പോർട്ടന്റ് ഇവന്റുകൾ. ഏൻഷ്യന്റ് സിവിലൈസേഷൻസ്, ഏൻഷ്യന്റ് കിങ്ഡംസ്, ആദ്യത്തെ രാജ്യങ്ങൾ അല്ലേ? അടുത്ത പീരീഡ് ടൈം പീരീഡ് 1700 AD വരെ. എന്തൊക്കെ ഇമ്പോർട്ടന്റ് ഇവന്റുകൾ? രണ്ടെണ്ണം. അറൈവൽ ഓഫ് യൂറോപ്യൻസ്. ഇസ്ലാമിക് റൂൾ എത്ര പേരുണ്ട്? രണ്ടാമത്തെ ആര്? ആദ്യത്തെ ആര്? എത്ര യൂറോപ്യൻസ് വന്നു? അഞ്ചാമത്തെ ആര്? നാലാമത്തെ ആര്? അവരുടെ മറ്റൊരു പേര് ഏത് രാജ്യത്ത് നിന്ന് വന്നു? വെരി ഗുഡ്. അതിനു മുന്നേ ആരാ വന്നത്? ഏത് രാജ്യത്ത് നിന്ന്? ഇപ്പോഴത്തെ. അതിനു മുന്നേ ആര് വന്നു? അതിനു മുന്നേ ആര് വന്നു? വെരി ഗുഡ്. മൂന്നാമത്തെ പീരീഡ് ടൈം പീരീഡ് 1700 അല്ലേ? ആദ്യത്തെ ഇവന്റ്. രണ്ടാമത്തെ ഇവന്റ്. ഓക്കെ ആണോ? ഈ 3000 BC മുതൽ 700 AD, 700 AD മുതൽ 1700 AD റഫ് ടൈം പീരീഡ്. അത് വെച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കത്തില്ല. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഒരു സെറ്റ് ടൈംസ് ഡേറ്റ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറും. പക്ഷെ അത് വെച്ചാൽ തിരിച്ചു ചോദിക്കില്ല കേട്ടോ. പീരീഡോ ഏകദേശം പീരീഡോ ഓക്കെ ആണോ?